കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകും. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം എല്ലാവരും അനുഗ്രഹം അനുഭവിച്ച് അത് അവകാശമായി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമായത്. 2015 അനുഗ്രഹങ്ങളും നന്മകളും അനുഭവിച്ച് ആസ്വദിക്കുന്ന ഒരു വർഷമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെക്കുറിച്ച് കർത്താവിന് വലിയ പദ്ധതികളാണ് ഉള്ളത്. ഈ പദ്ധതികളെക്കുറിച്ച് കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദർ 2015 ആദ്യ ഞായറാഴ്ച കോട്ടയത്ത് വെച്ച് നടത്തിയ സഭായോഗത്തിൽ നമ്മളോട് അറിയിച്ച ആ സന്ദേശം നമുക്കിന്നൊന്ന് കേൾക്കാം. പ്രാർത്ഥനാപൂർവം കേൾക്കണമേ. ഈ വർഷം നമ്മൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ട വർഷമാണ്. നന്മകൾ ആസ്വദിക്കുന്ന വർഷമാണ്. കാൺമീൻ എന്ന് ലോകം മുഴുവൻ നമ്മെ നോക്കി അത്ഭുതത്തോടെ പറയുന്നൊരു വർഷമാണ്. ഇത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജനം, ഇത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി എന്ന് നമ്മെ ഓരോരുത്തരെക്കുറിച്ച് നോക്കിക്കൊണ്ട് ലോകം മുഴുവൻ അത്ഭുതത്തോടെ പറയുമാറ് കർത്താവ് നമ്മെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ലോകം മാത്രമല്ല, നാം പോലും ഒരുപാട് അത്ഭുതങ്ങൾ യേശുവിൻ്റെ കണ്ടിട്ടുള്ള നാം പോലും അത്ഭുതത്തോടെ കണ്ണ് മിഴിഞ്ഞ് കാൺമീൻ എന്ന് പറയുന്ന ഒരു വർഷമാണ് ഇത്. ആ സന്ദേശം നമുക്ക് കേൾക്കാം. പ്രാർത്ഥനയോടെ കേൾക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. God has called into a surplus, all sufficiency in all things, always, all things. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എല്ലായിടത്തും എല്ലായ്പ്പോഴും ഏത് കാര്യത്തിലും സകല സമൃദ്ധിയും ഒരുപാട് കവിച്ചിലും ഉള്ള ഒരവസ്ഥയിലേക്കാണ്. Hallelujah. Hallelujah. For that Jesus became poor. അതിനുവേണ്ടി യേശു കർത്താവ് ദരിദ്രനായി തീർന്നു. And what is poverty? എന്താകുന്നു ഈ ദാരിദ്ര്യം? So poverty, the explanation of poverty, if someone asks you where is the Bible base for poverty, ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള വിശദീകരണം ആരെങ്കിലും ചോദിക്കുകയാണ്, ദാരിദ്ര്യത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം എന്താ പറയുന്നത് എന്ന് ചോദിച്ചാൽ, it is in the book of Deuteronomy. അത് ആവർത്തന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. It is a curse. അതൊരു ശാപമാണ്. And we are not under a curse. നാം ഒരു ശാപത്തിന് കീഴിലല്ല. We under a blessing. നാം ഒരു അനുഗ്രഹത്തിന് കീഴിലാണ്. We are blessed with all the blessings, spiritual blessing in heavenly places. സ്വർഗ്ഗത്തിലുള്ള സകല ആത്മീക അനുഗ്രഹത്താലും അനുഗ്രഹിക്കപ്പെട്ടവരാ നാം എല്ലാവരും. The root of our blessing is in heaven. നമ്മുടെ ആ സകല അനുഗ്രഹത്തിന്റെയും തായ് വേര് അത് സ്വർഗ്ഗത്തിലത്രേ. That is why it cannot stop growing. അതുകൊണ്ട് തന്നെ അതിന്റെ വളർച്ച ആർക്കും തടയുവാൻ അവസാനിപ്പിക്കുവാൻ കഴിയില്ല. Because it is in heavenly places. കാരണം അത് സ്വർഗ്ഗസ്ഥലങ്ങളിൽ തുടങ്ങുന്നു. Hallelujah. Hallelujah. Only one place where Jesus suffered this poverty. യേശു കർത്താവ് ദാരിദ്ര്യം അനുഭവിച്ച ഒരേ ഒരു സ്ഥലം, it was on the cross. അത് ആ ക്രൂശിന്മേലായിരുന്നു. And that is written in Deuteronomy 28 and verse 48. ആവർത്തന പുസ്തകം 28 അധ്യായം അതിന്റെ 48 വാക്യത്തിൽ അത് എഴുതപ്പെട്ടിട്ടുണ്ട്. Therefore you shall serve your enemies whom the Lord will send against you in hunger, in thirst, in nakedness and in need of all things. യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ എല്ലാത്തിലും ഞെരുക്കത്തോടെ സേവിക്കും. No, the explanation of poverty, ദാരിദ്ര്യത്തിന്റെ വിശദീകരണം, is hunger, അത് വിശപ്പാണ്, thirst, ദാഹമാണ്, nakedness, നഗ്നതയാണ്, and in need of all things. സകലത്തിലുമുള്ള ഞെരുക്കം, അത്യാവശ്യം അതാണ്. That is what Jesus experienced. അതാണ് യേശു കർത്താവ് അനുഭവിച്ചത്. After his arrest, no food he has taken. തന്നെ അറസ്റ്റ് ചെയ്തതിനു ശേഷം താൻ ഒരു ഭക്ഷണവും കഴിച്ചിരുന്നില്ല. He is hungry. തനിക്ക് വിശന്നു. He cried out, I am thirsty. എനിക്ക് ദാഹിക്കുന്നു എന്ന ക്രൂശിൽ കിടന്ന് പിടഞ്ഞു വിളിച്ചു പറഞ്ഞു. When he was hanging on the cross, താൻ ആ ക്രൂശിന്മേൽ കിടക്കുമ്പോൾ he had no dress on him. തന്റെ ശരീരത്തിന്മേൽ അല്പം പോലും വസ്ത്രമില്ലാഞ്ഞു. He was totally naked. പൂർണ്ണ നഗ്നനായിരുന്നു യേശു. The Bible says, വേദപുസ്തകം പറയുന്നു, that women
turned their face so that they did not want to see the nakedness of അവന്റെ Jesus. നഗ്നത, യേശുവിന്റെ നഗ്നത കാണുവാൻ കഴിയാതെ അവിടെ നിന്ന സഹോദരിമാർ തങ്ങളുടെ മുഖം തിരിച്ചു എന്ന് വചനം He പറയുന്നു. was totally naked താൻ പൂർണ്ണ നഗ്നനായി കിടന്നു. and in need of all things. സകലതും അവൻ അപ്പോൾ ആവശ്യമായിരുന്നു. He needed love. തനിക്ക് സ്നേഹം ആവശ്യമായിരുന്നു. He needed love from his disciple, from everyone whom he had served. തന്റെ ശിഷ്യന്മാരിൽ നിന്ന്, താൻ സേവിച്ചവരിൽ നിന്നുള്ള സ്നേഹം തനിക്ക് ആവശ്യമായിരുന്നു. But they all ran away. എന്നാൽ അവരെല്ലാം ഓടിപ്പോയി. He wanted love from his father. തന്റെ പിതാവിൽ നിന്ന് തനിക്ക് ആ സ്നേഹം ആവശ്യമായിരുന്നു. But because he became sin, താൻ പാപമായി തീർന്നതിനാൽ father also turned the floor. പിതാവും തന്റെ മുഖം തിരിച്ചു കളഞ്ഞു. No love, ഒരു സ്നേഹമില്ല, no companionship. കൂട്ടായ്മയില്ല. The Bible says in the book of Psalms, he was like a pelican on the rooftop alone. സങ്കീർത്തനങ്ങളിൽ വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, like a sparrow on the rooftop. വീടിന്റെ മേൽക്കൂരയിൽ നിൽക്കുന്ന കുരുകിൽ പോലെ താൻ ഏകനായിരുന്നു. He was needing many things. തനിക്ക് ഒരുപാട് ആവശ്യങ്ങൾ തനിക്കുണ്ടായിരുന്നു. He was hungry, തനിക്ക് വിശക്കുന്നു, he was thirsty, ദാഹിക്കുന്നു, naked, നഗ്നത അനുഭവിക്കുന്നു, in need of all things. ഒരുപാട് കാര്യങ്ങൾ ആവശ്യമായി ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു. That is the only one point Jesus became poor. ആ ഒരേ ഒരു അവസ്ഥയിൽ മാത്രമാ യേശു കർത്താവ് ദരിദ്രനായി തീർന്നത്. He became poor over there, അവിടെ താൻ ദരിദ്രനായി തീർന്നത് so that അതെന്തിനു വേണ്ടി? you will never be hungry, നിങ്ങൾക്ക് ഒരിക്കലും you വിശക്കാതിരിപ്പാൻ, will never be thirsty, ഒരിക്കലും ദാഹിക്കാതിരിപ്പാൻ, you will never be naked, ഒരിക്കലും നഗ്നനായിരിപ്പാൻ, you will never be needing anything. ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ഒരു കുറവും You ഉണ്ടാകാതിരിപ്പാൻ, will be content in everything in your life. നിങ്ങളുടെ ജീവിതത്തിൽ സകലത്തിലും നിങ്ങൾ പൂർണ്ണ തൃപ്തിയുള്ളവരാകുവാൻ, All sufficiency, all things, always. എല്ലായിടത്തും എല്ലായ്പ്പോഴും എല്ലാത്തിലും പൂർണ്ണത. Because he experienced that, അവൻ അത് ദാരിദ്ര്യം അനുഭവിച്ചതിനാൽ when you go through it, നിങ്ങൾ അതിൽ കൂടെ കടന്നുപോയാൽ he will pour his grace upon you, അവൻ തന്റെ കൃപ നിങ്ങളുടെ മേൽ പകരും. that all of this will run away. അങ്ങനെയെങ്കിൽ സകല ദാരിദ്ര്യവും ഞെരുക്കവും It വിട്ട് is ഓടിപ്പോകും. the desire of God that you be rich in everything. നിങ്ങൾ സകലത്തിലും സമൃദ്ധിയായിരിക്കുക എന്നുള്ളത് ദൈവഹിതമത്രേ. And 2015, 2015 it is an amazing year. അതൊരു അത്ഭുത വർഷമാണ്. You will be amazed. നിങ്ങൾ അത്ഭുതപ്പെട്ടു You പോകും. will be amazed. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. Because this is a year of beholding. കാരണം കാൺമീൻ എന്ന് നിലവിളിക്കുന്ന അത്ഭുതപ്പെടുന്ന വർഷമത്രേ ഇത്. In finance you will behold. സാമ്പത്തികം കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും. Hallelujah. ഹല്ലേലൂയ. We should know clearly who Jesus is. നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം യേശു ആരാണെന്ന്. That is why the Bible says, അതുകൊണ്ട് അത്ര വേദപുസ്തകം പറയുന്നു, grace and peace is multiplied according to the knowledge of God and his son Jesus. ദൈവത്തെയും തന്റെ പുത്രനായ യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ കൃപയും സമാധാനവും അത് പെരുകി വരും. Now I want to tell you very clearly, ഞാൻ വളരെ വ്യക്തമായി പറയാം, even though we refer Jesus as the Son of God, നാം യേശുവിനെ ദൈവപുത്രൻ എന്ന് പറയുന്നുവെങ്കിലും he is God himself. അവിടുന്ന് ദൈവം തന്നെയാകുന്നു. Don't think he is because we call him Son of God, he is a bit lower than the Father. നാം അവിടുത്തെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത് കൊണ്ട് പിതാവിനേക്കാൾ അല്പം താഴ്ന്നവനായി യേശുവിനെ നിങ്ങൾ കാണരുത്. Because we say Holy Spirit again and again, don't think Holy Spirit is just a spirit, he is God himself. പരിശുദ്ധാത്മാവിനെ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ താൻ കേവലം ഒരു ആത്മാവല്ല എന്ന്, ആത്മാവാണെന്ന് നിങ്ങൾ ധരിക്കരുത്. അവിടുന്ന് ദൈവം തന്നെയാണ്. Why did Jesus not say I am God? ഞാൻ ദൈവം എന്ന് യേശു എന്തുകൊണ്ട് പറഞ്ഞില്ല? Now you should remember, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. why did Jesus come on this earth? യേശു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? The Bible says, വേദപുസ്തകം പറയുന്നു, no one had ever seen God. ദൈവത്തെ ആരും- Jesus came to reveal God. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ യേശു വന്നതോ ദൈവത്തെ വെളിപ്പെടുത്തി തരുവാനത്രേ. Jesus said, യേശു പറഞ്ഞു, I have come because I am sent by my Father. എന്റെ പിതാവ് എന്നെ അയച്ചതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്നു എന്ന് Sent പറഞ്ഞു. by my Father to reveal the Father. പിതാവിനെ വെളിപ്പെടുത്തേണ്ടതിന് പിതാവ് എന്നെ അയച്ചിരിക്കുന്നു. Now example, ഒരു ഉദാഹരണം, I am sending a sergeant brother to Trivandrum and saying, go and tell them who Tangu brother is. ഞാൻ സാജൻ ബ്രദറിനെ തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, അവിടെ ചെന്നിട്ട് പറയണം തങ്കു ബ്രദർ ആരാണെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം. Now if sergeant brother goes there, സാജൻ ബ്രദർ അവിടെ പോയാൽ
he will not say, I am Tangu brother. അവിടെ ചെന്നിട്ട് സാജൻ ബ്രദർ പറയില്ല ഞാൻ തങ്കു ബ്രദർ ആണെന്ന്. He will say, my name is Sajan. ഞാൻ പറയും എൻ്റെ പേര് സാജൻ എന്നാണ്. But all what I am doing is just like what Tangu brother does. എന്നാൽ തങ്കു ബ്രദർ എന്തൊക്കെ ചെയ്തുവോ അത് മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. When you see me, you are seeing the same way that Tangu brother does. നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ തങ്കു ബ്രദറിനെ തന്നെയാണ് കാണുന്നത്. കാരണം തങ്കു ബ്രദർ ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്നത്. But if he says, I am Tangu brother, the whole mission is lost. എന്നാൽ അദ്ദേഹം അവിടെ ചെന്നിട്ട് പറയുക ഞാൻ തങ്കു ബ്രദർ എന്ന് പറഞ്ഞാൽ ആ ഉദ്ദേശം മുഴുവൻ നഷ്ടമായി പോകും. The same way, അതുപോലെ തന്നെ Jesus came to reveal who the Father is. യേശു വന്നത് പിതാവിനെ വെളിപ്പെടുത്താനാ. He did not come to reveal who he is. താൻ ആരാണെന്ന് വെളിപ്പെടുത്താനല്ല യേശു വന്നത്. If he says, I am God, the purpose is gone. ഞാൻ ദൈവമാണെന്ന് പറയുമ്പോൾ ആ വന്നതിന്റെ ഉദ്ദേശം മുഴുവൻ തോറ്റുപോകും. Hallelujah. Hallelujah. Jesus is the Son of God. യേശു ദൈവപുത്രൻ തന്നെ. In John chapter 16, യോഹന്നാൻ 16 അധ്യായം Jesus said like this. യേശു ഇങ്ങനെ പറയുന്നു, But when the Holy Spirit will come, പരിശുദ്ധാത്മാവ് വരുമ്പോൾ he will take from me, അവൻ എന്നിൽ നിന്ന് എടുത്ത് glorify me, എന്നെ മഹത്വപ്പെടുത്തി reveal me. എന്നെ വെളിപ്പെടുത്തി. Hallelujah. Hallelujah. I am revealing the Father, ഞാൻ പിതാവിനെ വെളിപ്പെടുത്തുന്നത് പോലെ but the Holy Spirit, പരിശുദ്ധാത്മാവോ he will tell you who I am. ഞാൻ ആരാണെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് And വെളിപ്പെടുത്തി that തരും. is what is happening now. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. That is why അതുകൊണ്ടത്രേ you won't find Jesus saying, I am God in the gospel. ഞാൻ ദൈവമാകുന്നു എന്ന് യേശു പറയുന്നതായി സുവിശേഷത്തിൽ എങ്ങും നിങ്ങൾ കാണുകയില്ല. But in the letters of Paul, എന്നാൽ പൗലോസിന്റെ ലേഖനങ്ങളിൽ through Paul, പൗലോസിൽ കൂടെ the Holy Spirit is revealing പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തുകയാണ്. Jesus is eternal God and Savior. ഓ യേശുക്രിസ്തു നിത്യനായ ദൈവവും രക്ഷകനുമാകുന്നു. Hallelujah. Hallelujah. Don't be fooled by other people's words. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ ഭോഷന്മാരായി പോകരുത്. Don't be fooled by other people's words. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് മണ്ടന്മാരായി പോകരുത്. One God, eternal and Savior, Jesus Christ. ഒരേ ദൈവം നിത്യനായ രക്ഷകനായവൻ യേശുക്രിസ്തു. Hallelujah. Hallelujah. He is not just Son of God, he is God himself. താൻ കേവലം മനുഷ്യ ദൈവപുത്രനല്ല, താൻ ദൈവം തന്നെയാകുന്നു. In the book of John, in the book of Mark, many instances Jesus reveals this a little. ഓ യോഹന്നാന്റെ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, അതിലൊക്കെയും ചില പല ഭാഗങ്ങളിൽ യേശു കർത്താവ് അല്പാൽപമായി വെളിപ്പെടുത്തുന്നുണ്ട്. The Bible says they wanted to crucify him because he said he is Son of God, making himself equal to God. ഓ വേദപുസ്തകം പറയുകയാണ് അവർ അവനെ ക്രൂശിച്ച് കൊല്ലുവാൻ ആഗ്രഹിച്ചു. കാരണം അവൻ ദൈവപുത്രൻ എന്ന് സ്വയം അവകാശപ്പെട്ടു. അങ്ങനെ താൻ ദൈവത്തോട് തന്നെ താൻ സമനാക്കി. Jesus for the reply said like this. യേശു അതിനുള്ള മറുപടിയായി ഇങ്ങനെ പറഞ്ഞു, that everyone will honor the Son, so the Father has entrusted the judgment to the Son. ഓ എല്ലാവരും പുത്രനെ ബഹുമാനിക്കേണ്ടതിന് പിതാവ് ന്യായവിധി എല്ലാം പുത്രന് നൽകിയിരിക്കുന്നു. Hallelujah. Hallelujah. Without honoring Jesus, you are in grave danger. യേശുവിനെ നീ ബഹുമാനിക്കുന്നില്ല എങ്കിൽ നീ വലിയൊരു അത്യാപത്തിൽപ്പെട്ടു നിൽക്കുന്നു. Hallelujah. Hallelujah. Some others say like this. മറ്റു ചിലർ ഇങ്ങനെ പറയാറുണ്ട്, Yes, Jesus is a prophet. ഓ യേശു കർത്താവ് ഒരു പ്രവാചകനാണ്. But my dear friend, എന്നാൽ പ്രിയ സ്നേഹിത, the words of a prophet was not the words of Jesus Christ. ഒരു പ്രവാചകന്റെ വാക്കുകൾ എന്ന് പറയുന്നത് അത് യേശുവിന്റെ വാക്കുകളുമായിട്ട് യാതൊരു സാമ്യവും ഉള്ളതല്ല. No prophet in the whole universe has ever said, he who believes in me will not die but will have eternal life. സർവ പ്രപഞ്ചത്തിലും ഒരൊറ്റ പ്രവാചകനും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ ഒരു നാളും മരിക്കയില്ല, അവൻ നിത്യജീവനെ പ്രാപിക്കും. I am the way, the truth and the life. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. No prophet dared to speak like that. ഒരു പ്രവാചകനും അങ്ങനെ പറയുവാനുള്ള ധൈര്യം ഉണ്ടായില്ല. Every prophet said, thus says the Lord. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ഇങ്ങനെ പറയും, ഇങ്ങനെ ദൈവം ഇങ്ങനെ കർത്താവ് അരുൾ ചെയ്യുന്നു. Oh, thus says the Lord. ഇങ്ങനെ കർത്താവ് അരുൾ ചെയ്യുന്നു എന്നവർ പറയും. But my Jesus said, എന്നാൽ എൻ്റെ യേശു പറഞ്ഞതോ, verily verily I say, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, I am telling you, I am the resurrection and life. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. I am the living water. ഓ ഞാൻ തന്നെ ജീവജലമാകുന്നു. Hallelujah. Hallelujah.
He was not a prophet. ഓ അവൻ ഒരു പ്രവാചകനായിരുന്നില്ല. He was the son of God. അവൻ ദൈവപുത്രനത്രേ. Some people thought he is a political leader. ചിലരിങ്ങനെ വിചാരിച്ചു അവൻ ഒരു രാഷ്ട്രീയ നേതാവാണ്. Oh, he is not interested in politics. അവന് രാഷ്ട്രീയത്തിൽ ഒട്ടും താല്പര്യമില്ല. He came to establish not a kingdom in the seen world. His kingdom is in the unseen world. ഒരു ദൃശ്യമായ ലോകത്ത് ഒരു രാജ്യം സ്ഥാപിപ്പാനല്ല അവൻ വന്നത്, അദൃശ്യ ലോകത്തെ രാജ്യം സ്ഥാപിപ്പാനത്രേ. The kingdom of God, which is righteousness, peace and joy. ദൈവത്തിന്റെ രാജ്യം അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. Because they had doubt whether he has come to establish a kingdom or overthrowing the Roman Empire. റോമൻ സാമ്രാജ്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒരു രാജ്യം സ്ഥാപിപ്പാൻ അവൻ വന്നു എന്ന് ചിലർ സംശയിച്ചു. Oh, then they came to Jesus and said, അങ്ങനെ അവർ യേശുവിന്റെ അരികിൽ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, oh Rabbi, ഓ ഗുരുവേ. they are testing him അവർ അവനെ പരീക്ഷിക്കുകയായിരുന്നു. and said, whom should we pay tax to? അവർ ചോദിച്ചു, ഞങ്ങൾ ആർക്കാ കരം അടയ്ക്കേണ്ടത്, നികുതി അടയ്ക്കേണ്ടത്? They expected Jesus to say, അവർ പ്രതീക്ഷിച്ചത് യേശു ഇങ്ങനെ പറയുമെന്ന്, oh, give the tax to me, I am forming a new government. ആ നികുതി അല്ല ഇങ്ങനെ തന്നേരെ, കാരണം ഞാൻ പുതിയൊരു രാജ്യം സ്ഥാപിക്കാൻ പോകുകയാണ്. Go against the government. No. അപ്പോൾ രാജ്യത്തിനെതിരായിട്ട് പറയും, അല്ല. No, Jesus said like this, യേശു അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്, ഇങ്ങനെയാ പറഞ്ഞത്. give me a coin. അത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു നാണയം ഇങ്ങോട്ട് കാണിക്കുക. They gave him a coin. അവർ ഒരു കോയിൻ കൊടുത്തു, ഒരു നാണയം കൊടുത്തു. And he asked, whose image is this? ആ നാണയത്തിന്മേലുള്ള സ്വരൂപം മേലെഴുത്ത് ആരുടേതാണ് എന്ന് ചോദിച്ചു. He said, Caesar's. അത് കൈസറുടേതാണെന്ന് അവർ പറഞ്ഞു. Jesus said, യേശു അവരോട് പറഞ്ഞു, give unto what it is Caesar's, give it to him. കൈസർക്കുള്ളത് നിങ്ങൾ കൈസർക്ക് കൊടുക്ക. Hallelujah. Hallelujah. What was Jesus saying? എന്താണ് യേശു പറഞ്ഞത്? What is the image? Give it to them. അവർക്ക് ഏത് ഒരു ദൃശ്യം അവർക്ക് കൊടുത്തത്? Hallelujah. Hallelujah. What is the image? Give it to him. അവർക്ക് കൊടുത്തിരിക്കുന്ന സ്വരൂപം എന്താണ്? Oh, this is Caesar, give it to Caesar. ഇത് കൈസർക്കുള്ളതാണെങ്കിൽ നിങ്ങൾ കൈസർക്ക് കൊടു. But you are made in my image, give your heart to me. നിങ്ങളുടെ മേലുള്ള സ്വരൂപം അത് എന്റേതാ, കാരണം എന്റെ സ്വരൂപത്തിലാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. I have not come into a worldly kingdom. I have come to give joy, peace, rest to my image who am I created. ഞാൻ ഒരു ഐഹിക രാജ്യം സ്ഥാപിക്കാൻ വന്നവനല്ല, ഞാൻ സ്ഥാപിക്കാൻ വന്നത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമുള്ള രാജ്യമത്രേ. Hallelujah. Hallelujah. Then some people say like this, ചിലർ ഇങ്ങനെ പറയുമ്പോൾ, what is the proof that Jesus is risen? യേശു ഉയർത്തു എന്നതിന് തെളിവെന്താണ്? Well, my dear friend, പ്രിയ സ്നേഹിത, I have no scientific proof എനിക്ക് ശാസ്ത്രീയമായ തെളിവ് പറയാനില്ല that Jesus has risen. യേശു ഉയർത്തു എന്നതിന്. I cannot give you a test sample that Jesus has risen. യേശു ഉയർത്തു എന്നുള്ളതിന് ഒരു തെളിവ് അടയാളം കാണിക്കുവാനും എന്റെ കയ്യിലില്ല. I cannot give you a scientific proof. ഒരു ശാസ്ത്രീയ തെളിവ് നിങ്ങൾക്ക് തരുവാൻ എന്റെ But കയ്യിലില്ല. I am a proof that Jesus is risen. എന്നാൽ യേശു ഉയർത്തു എന്നുള്ളതിന്റെ തെളിവ് തന്നെ ഞാനാകുന്നു. I have peace, I have joy, I have a future in Jesus' name. എനിക്ക് സമാധാനമുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഒരു നല്ല ഭാവി എനിക്കുണ്ട്. Hallelujah. Hallelujah. I was paralyzed, he healed me. My Jesus is alive. ഞാൻ തളർന്നവനായിരുന്നു, അവൻ എന്നെ സൗഖ്യമാക്കി. എന്റെ യേശു ജീവിക്കുന്നു. We are the witnesses of Jesus' resurrection. നാം എല്ലാവരും യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷികളത്രേ. Hallelujah. Hallelujah. I was clearing some doubts. ചില സംശയങ്ങൾ ഞാൻ നിങ്ങൾക്ക് ദൂരീകരിച്ചു തരികയായിരുന്നു. This is what is happening now in the outside world. ഇതാണ് പുറം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. Challenging the deity of Jesus. ഓ യേശുവിന്റെ ദിവ്യത്വത്തെ ചോദ്യം ചെയ്യുന്നത്. Oh my dear friend. Hallelujah. Don't give them any reply. നിങ്ങൾ അവർക്ക് ഒരു മറുപടിയും കൊടുക്കേണ്ട കാര്യമില്ല സ്നേഹിത. You and me are newspapers of Jesus Christ. നിങ്ങളും ഞാനും ക്രിസ്തു യേശുവിന്റെ പത്രങ്ങളത്രേ. Let us walk. 2015 is a year when the church is going to walk in the glorious power, which will have the reply of all the replies that Jesus is God, Jesus is Savior, He is raised from the dead, and He is here to establish a kingdom. യേശു ദൈവമാണെന്നും യേശു രക്ഷകനാണെന്നും അവന്റെ രാജ്യമുണ്ടെന്നും അവൻ ഉയർത്തെഴുന്നേറ്റെന്നും ഉള്ളതിന്റെ തെളിവായി സാക്ഷ്യമായി തേജസ്സോടെ 2015 നമുക്ക് ഒരുമിച്ച് മുന്നേറി പോകാം. Hallelujah. Hallelujah. അടുത്തിരിക്കുന്ന ആളിനോട് പറയണം, 2015 നമ്മളാ ലോകത്തിന്റെ മറുപടി. ആമേൻ. Hallelujah. 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 നമ്മളാ ലോകത്തിന്റെ മറുപടി.
We are the answer to the world. നാം ആ ലോകത്തിനുള്ള മറുപടി. We are the effective witness to the world. നാമാണ് ശരിയായിട്ടുള്ള സാക്ഷികൾ ലോകത്തിന് വേണ്ടി. I know for sure heavenly feast. സ്വർഗ്ഗ വിരുന്നിനെ കുറിച്ച് എനിക്ക് നല്ലതായിട്ട് അറിയാം. That every member in heavenly feast, സ്വർഗ്ഗ വിരുന്നിലെ ഓരോ അംഗങ്ങളും, you will be living miracles in this year. ഈ വർഷം നിങ്ങൾ ജീവനുള്ള അത്ഭുതങ്ങളായിട്ടാണ് ജീവിക്കുന്നത്. Wherever you go, outstanding miracles will happen. നിങ്ങൾ എവിടെ പോയാലും വലിയ അത്ഭുതങ്ങൾ അവിടെ നടക്കും. You will lay hands on the sick, they will recover. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യമാകും. You will give your handkerchief and the demons will run away. നിങ്ങളുടെ റൂമാൽ കൊടുക്കുമ്പോൾ തന്നെ ഭൂതങ്ങൾ അലറിയോടും. You will walk and your shadows will have miracle. നിങ്ങളുടെ നിഴലുകളിൽ പോലും അത്ഭുതമുണ്ട്. This is a year of a glorious power of God revealed by you and me. ദൈവത്തിന്റെ അത്ഭുതമായ ശക്തിയെ വെളിപ്പെടുത്തുന്ന ഒരു വർഷമത്ര ഈ വർഷം. Hallelujah. Hallelujah. I want to tell you, ഞാൻ ഒരു കാര്യം പറയാം. when you hear something, നിങ്ങൾ എന്തെങ്കിലും കേട്ടാൽ receive it. അതിനെ ഏറ്റെടുക്കണം. Strive for it. അതിനുവേണ്ടി ശ്രമിക്കണം. Again I want to tell you, വീണ്ടും ഞാൻ പറയട്ടെ. when you hear something, നിങ്ങൾ ഒരു നല്ലത് എന്തെങ്കിലും കേട്ടാൽ receive it. അതിനെ പ്രാപിക്കണം. Strive towards it. അതിലേക്ക് മുന്നേറി കുതിച്ചു ചെല്ലണം. Hallelujah. Hallelujah. Jesus has done everything in the cross. യേശു കർത്താവ് ക്രൂശിന്മേൽ സകലതും But നിവൃത്തിയാക്കി. that does not mean I can sleep. അതിന്റെ അർത്ഥം എനിക്ക് കിടന്ന് ഉറങ്ങാമെന്നല്ല. I believe ഞാൻ അത് and I വിശ്വസിക്കുന്നു. take by faith. ഞാൻ അത് വിശ്വാസത്താൽ I ഏറ്റെടുക്കും. believe ഞാൻ and വിശ്വസിക്കുന്നു. walk by faith. ഞാൻ വിശ്വാസത്താൽ I നടക്കുന്നു. believe. ഞാൻ I വിശ്വസിക്കുന്നു. will speak by faith. വിശ്വാസത്താൽ ഞാൻ I സംസാരിക്കുന്നു. will believe. ഞാൻ I വിശ്വസിക്കുന്നു. will speak by faith. ഞാൻ വിശ്വാസത്താൽ പറയുന്നു. Believe in your heart. ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. Confess with your mouth. വായ കൊണ്ട് പ്രസ്താവിക്കുന്നു. And your situation will change. ഞങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. Hallelujah. Hallelujah. Isaiah 41 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം and verse 15. അതിന്റെ 15-ാമത്തെ വാക്യം. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. ഇതാനല്ല. Kanmin. Behold, കാൺമീൻ, I will make you a new threshing sledge with a sharp teeth. മൂർച്ചയേറിയ പല്ലുകളുള്ള ഒരു മെതിവണ്ടിയാക്കി, പുതിയ മെതിവണ്ടിയാക്കി ഞാൻ നിന്നെ മാറ്റും. എന്ന് പറഞ്ഞാൽ എന്താ? ഹെവൻലി ഫീസ്റ്റ് ഓൾറെഡി മെതിവണ്ടിയാണ്. ആമേൻ. ഹെവൻലി ഫീസ്റ്റ് ഓൾറെഡി മെതിവണ്ടിയാ. നമ്മൾ അരിവാൾ കൊണ്ട് ഇങ്ങനെ മെതിവണ്ടി കണ്ടിട്ടില്ലേ? മെഷീൻ അരിവാൾ കൊണ്ട് കൊയ്ത്തെടുക്കണമെങ്കിൽ ഒരേക്കറിനകത്ത് ഒരു 10-20 പേര് 2-3 ദിവസം കൊണ്ട്, എനിക്കതിൻ്റെ കണക്കറിയത്തില്ല, എന്നാലും വളരെ സ്ലോയാ. പക്ഷെ മെതിവണ്ടി വന്നാൽ കൊയ്ത്ത് മെതി എല്ലാം ഒന്നിച്ച് നടക്കും. ഒരു 10 ഏക്കർ ഒറ്റ ദിവസം കൊണ്ട് മെതിച്ചെടുക്കും. ഹെവൻലി ഫീസ്റ്റ് മെതിവണ്ടി ആണെന്ന്. അതുകൊണ്ട് ഇന്ന് എല്ലായിടത്തും 1000 10,000 ഗുണം 1000 ഗുണം 10,000 ഓൾറെഡി മെതിവണ്ടിയാ. പക്ഷെ 2015 വാഗ്ദത്തം, ഞാൻ ഈ മെതിവണ്ടിയെ പല്ല് കുറച്ചുകൂടെ മൂർച്ചയാക്കി പുതിയതാക്കി മാറ്റാൻ പോവാ. ഒന്നിനെക്കുറിച്ച് നമ്മൾ വിചാരപ്പെടേണ്ട കാര്യമില്ല. കാരണം സർവശക്തനായ ദൈവം നമ്മോട് കൂടെ നിന്ന് നമ്മെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങൾ മുതൽ ഈ പുതുവർഷം 2015 ഈ വർഷം മുഴുവൻ നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ വർഷമാണ്. അത് നമുക്കിന്ന് ഇവിടെ ആരംഭിക്കാം. നമുക്ക് ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ ആദ്യ ദിവസങ്ങളിൽ തന്നെ കർത്താവ് വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ചെയ്യാൻ പോവുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുക. അവരുടെ ഭാവിയെ കർത്താവ് അനുഗ്രഹിക്കും. അവരുടെ നന്മകൾ നിങ്ങൾ കാണാൻ പോവുക. പുതിയ വീടുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുക. നിങ്ങൾ ഇത്രയും നാളും ആഗ്രഹിച്ചിരുന്നില്ല ആ വാഹനമില്ലേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, അത് വേണ്ട നിങ്ങളുടെ പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. കർത്താവ് അത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി കഴിഞ്ഞിരിക്കുക. നമുക്കതൊന്ന് പ്രാർത്ഥിച്ചേറ്റെടുക്കുകയേ വേണ്ടൂ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ പിതാവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ നല്ല സന്ദേശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വലിയ വാഗ്ദത്തങ്ങൾക്കായി, കർത്താവിൻ്റെ സ്നേഹത്തിനായി, ഞങ്ങളെക്കുറിച്ചുള്ള വലിയ കരുതലിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ, ഈ 2015 വർഷം അത് ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹമാക്കി അവിടുന്ന് ഒരുക്കിയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഈ വർഷം ഞങ്ങൾ കർത്താവ് ഒരുക്കിയിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിച്ച് ആസ്വദിക്കുന്ന വർഷമാക്കിയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവർ ദീർഘനാളായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭവനം അവിടുന്ന്
ഉടനെ തന്നെ നൽകാൻ പോകുന്നതിനായി നന്ദി പറയുന്നു. ആ നല്ല വാഹനം അവർക്ക് ഒരുക്കിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളുടെ ഭാവി അവിടുന്ന് അനുഗ്രഹിക്കുന്നല്ലോ. അവർക്ക് പുതിയ ജോലി, പുതിയ വിദ്യാഭ്യാസത്തിന് ഉള്ള അഡ്മിഷൻ, അവരുടെ ആ കാര്യങ്ങളെല്ലാം അവിടുന്ന് ഒരുക്കിയിരിക്കാൻ നന്ദി പറയുന്നു കർത്താവേ. വേദനകൾ മാറി, രോഗികൾ സൗഖ്യമായി, എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കിയെന്ന് ആർത്ത് വിളിച്ചു പറയുവാൻ അവരെ സഹായിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തലച്ചോറിനകത്തെ ട്യൂമർ യേശുവിൻ്റെ നാമത്തിൽ ഉരുകി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ട്യൂമർ അപ്രത്യക്ഷമായി പോകട്ടെ. അത് മുഖാന്തരമുണ്ടായ എല്ലാ ബലഹീനതകളും, ശാരീരികമായി തളർച്ച, ഒരു വശം തളർന്ന അവസ്ഥ, അത് മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. റൈറ്റ് സൈഡ് തളർന്ന്, തലച്ചോറിലെ ട്യൂമർ മൂലം റൈറ്റ് സൈഡ് തളർന്ന ആ സഹോദരി ഇപ്പോൾ തന്നെ സൗഖ്യമായി ചാടി എഴുന്നേൽക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കാതെ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞു. നിങ്ങളുടെ ശരീരങ്ങൾ ഇപ്പോൾ പരിശോധിച്ച് നോക്കുക. ആ സഹോദരി ചാടി എഴുന്നേറ്റ് തുള്ളിച്ചാടുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഞങ്ങളെ ഈ സന്തോഷം അറിയിക്കണം. തുടർന്നും നിങ്ങൾക്ക് എന്ത് പ്രാർത്ഥന ആവശ്യങ്ങളുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാൻ മടിക്കരുത്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും ഇതേ സമയത്ത് ഇതേ ചാനലിൽ നമുക്ക് കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെ തൻ്റെ ചിറകിൻ മറവിൽ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഞാൻ നിങ്ങളെ ഏവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ പുതുവർഷം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം അനുഭവിക്കുന്ന, നന്മകൾ ആസ്വദിക്കുന്ന വർഷമാക്കി കർത്താവ് മാറ്റിയിരിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബൈബിൾ പഠനവും വിടുതൽ ശുശ്രൂഷയും TV പ്രേക്ഷക സംഗമവും തിരുവനന്തപുരത്ത് ജനുവരി 16, 17 വെള്ളി ശനി. ശുശ്രൂഷകൾ രാവിലെ 10-ന്. പഞ്ചായത്ത് അസോസിയേഷൻ ഹാൾ, ജവഹർ ബാലഭവന് എതിർവശം, വെള്ളയമ്പലം. സ്വർഗീയവിൽ നിൽക്കുന്ന കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് തിരുവനന്തപുരത്ത് സത്യം നഗർ കൺവെൻഷൻ, സത്യം നഗർ കോർപ്പറേഷൻ സ്റ്റേഡിയം, പാപ്പനാംകോട്. ഫെബ്രുവരി 15 മുതൽ 18 വരെ. വ്യാഴം, വെള്ളി, ശനി, ഞായർ. ശുശ്രൂഷകൾ വൈകിട്ട് 6 മണി മുതൽ. തങ്കു ബ്രദറും തോമസ് ബ്രദറും ശുശ്രൂഷിക്കുന്നു. സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നേ. സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നേ. യേശുവേ. സ്വർഗീയവിൽ നിൽക്കുന്ന കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് തൃശ്ശൂരിൽ കാസിനോ ഓഡിറ്റോറിയം, ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം. 2015 ഫെബ്രുവരി 12 മുതൽ 15 വരെ. വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഫെബ്രുവരി 12 വ്യാഴം വൈകിട്ട് 6-ന്. ഫെബ്രുവരി 13, 14, 15 ശുശ്രൂഷകൾ രാവിലെ 10-നും വൈകിട്ട് 6-നും. ആരാധന, വിടുതൽ ശുശ്രൂഷ, വചന പ്രഘോഷണം. തങ്കു ബ്രദറും തോമസ് ബ്രദറും ശുശ്രൂഷിക്കുന്നു.